ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് DMSൻ്റെ ഡിഫറെൻറ്റ് ഡാറ്റ മോഡൽസിനെ കുറിച്ചാണ്. ഡാറ്റാബേസ് മോഡൽ ഡിഫൈൻസ് ദ ലോജിക്കൽ ഡിസൈൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ആൻഡ് ഹൗ ഡാറ്റ വിൽ ബി സ്റ്റോർഡ്, ആക്സസ്ഡ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻ എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ലോജിക്കലായിട്ട് ഒരു ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റാബേസിൻ്റെ ലോജിക്കൽ ഡിസൈനും അതിൻ്റെ സ്ട്രക്ചറും പിന്നെ എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യണം, ആക്സസ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള വരുന്ന മോഡലാണ് റിലേഷണൽ മോഡൽ. അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോഡൽ. വേറെ ടോട്ടലി 4 മോഡൽസ് ആണുള്ളത്: ഹൈറാർക്കൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ആൻഡ് റിലേഷണൽ മോഡൽ. ഹൈറാർക്കൽ മോഡൽ ഓർഗനൈസ് ഡാറ്റ ആൻഡ് സ്ട്രക്ചർ. ഹൈറാർക്കൽ മോഡൽ ഡാറ്റേനെ ട്രീ സ്ട്രക്ചറിലാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അതിനൊരു സിംഗിൾ റൂട്ടാണ് ഉള്ളത്. പിന്നെ അതർ ഡാറ്റേനെ അടിക്കായിട്ട് ഹൈറാർക്കിയിൽ ലിങ്ക് ചെയ്ത് വരും. ഹൈറാർക്കി ഒരു റൂട്ട് ഡാറ്റ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു ട്രീ പോലെ എക്സ്പാൻഡ് ചെയ്ത് ചൈൽഡ് നോഡുകൾ അതിൻ്റെ പാരൻറ്റ് നോഡുകളിൽ ആഡ് ചെയ്യും. ഇൻ ദിസ് മോഡൽ ചൈൽഡ് നോഡ് വിൽ ഓൺലി ഹാവ് സിംഗിൾ പാരൻറ്റ്. ഈ മോഡലിൽ ചൈൽഡ് നോഡിൽ ഒരു സിംഗിൾ പാരൻറ്റ് ഉണ്ടാവുള്ളൂ. ദ മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ഡിസ്ക്രൈബ്സ് മെനി റിയൽ വേൾഡ് റിലേഷൻഷിപ്പ് ലൈക്ക് എ ബുക്ക് റെസിപ്പീസ്. റിയൽ വേൾഡ് റിലേഷൻഷിപ്പിനെ ബുക്ക് റെസിപ്പീസ് അതുപോലെ പല റിയൽ വേൾഡ് എക്സാമ്പിൾസാണ് ഹൈറാർക്കൽ മോഡലുണ്ട്. അതൊക്കെയാണ് ഹൈറാർക്കൽ മോഡൽ. നെറ്റ്വർക്ക് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ടാണ്, ട്രീ സ്ട്രക്ചർ ബ്രാഞ്ചസ് പോലെയാണ് ഹൈറാർക്കൽ മോഡൽ ആയിട്ട് കാണിക്കുന്നത്. നെറ്റ്വർക്ക് മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഒരു ഹൈറാർക്കൽ മോഡൽ ഒരു എക്സ്റ്റൻഷനാണ് നെറ്റ്വർക്ക് മോഡൽ. മോഡൽ ഈസ് ഓർഗനൈസ്ഡ് ലൈക്ക് എ ഗ്രാഫ്. ഇതിൽ ഒരു ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഗ്രാഫിൻ്റെ മോഡലാണ്. പിന്നെ ഇതിൽ ഒന്നിൽ കൂടുതൽ പാരൻറ്റ് അലൗ ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് ഡാറ്റ മോഡൽ ദാറ്റ് ഈസ് മോർ റിലേറ്റഡ് ആസ് മോർ റിലേഷൻഷിപ്പ് ഇൻ ദിസ് മോഡൽ. ഈ മോഡലിൽ ഒരു ഡാറ്റയ്ക്ക് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഡാറ്റ ഈസിയറായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ദ മോഡൽ ആസ് മെനി ടു മെനി റിലേഷൻഷിപ്പ്. ഈ മോഡലിനെ മെനി ടു മെനി റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതും ഒരു മോസ്റ്റ്ലി വൈഡ്ലി യൂസ്ഡ് ഡാറ്റാബേസ് മോഡലാണ്. റിലേഷൻ മോഡലിന് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ളത്. ഇതിൽ നെറ്റ്വർക്ക് പോലെ ആയിട്ടാണ് കണ്ടത്. A to B, എൻ്റെ ചൈൽഡാണ് ബിയും B2. പിന്നെ സിയുടെ പാരൻ്റാണ് C1. അല്ല ബിയുടെ C1ൻ്റെ പാരൻ്റാണ് B1. C2ൻ്റെ പാരൻ്റാണ് B1 B2. 2 പാരൻ്റായിട്ടുള്ള വരുന്നുണ്ട്. അടുത്താണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഇൻ ദിസ് ഡാറ്റാബേസ് റിലേഷൻ മോഡൽ ക്രിയേറ്റഡ് ബൈ ഡി ഒബ്ജക്ട്സ് ആർ ഇൻഡസ്ട്രിയൽ എൻറ്റിറ്റി ആൻഡ് കാറ്റഗറീസ്. ഇതിൽ ഒരു എൻറ്റിറ്റീന് ഡിഫറെൻറ്റ് കാറ്റഗറീസ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എടുക്കുക വെച്ചാൽ നെയിം ഉണ്ടാവും, ID, ഏജ്, അതൊക്കെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാറ്റഗറീസ് ആണ്. അതിന് ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഈ മോഡൽ ആർ ഡിഫൈൻഡ് ടു റെപ്രസെൻറ്റ് റിലേഷൻഷിപ്പ് ഇൻ പിക്ചർ ഫോം. ഈ മോഡൽ റിലേഷൻഷിപ്പിന് ഒരു പിക്ചർ ഫോമിൽ ഈസിയർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മോഡൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സ്കൂൾ ഡാറ്റാബേസ് സ്റ്റുഡൻറ്റ് എടുക്കുക വെച്ചാൽ അതൊരു എൻറ്റിറ്റിയാണ്. അതിന് ആട്രിബ്യൂട്ട്സ് നെയിം, ഏജ്, അഡ്രസ്സ് കുറച്ച് കൂടി കോംപ്ലക്സ് ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി അനദർ. അതിന് വേറെ ഒരു എൻറ്റിറ്റി ആയിട്ട് എടുക്കുക വെച്ചാൽ അതിൻ്റെ അഡ്രസ്സിൻ്റെ ആട്രിബ്യൂട്ട്സ്, സ്ട്രീറ്റ് നെയിം, പിൻ കോഡ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് മോഡൽ ഒരു പിക്ചർ ഫോമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് മോസ്റ്റ് യൂസബിൾ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് റിലേഷൻ മോഡൽ. ഇൻ ദിസ് മോഡൽ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് 2 dimension ടേബിൾ. 2 dimension ടേബിൾസ് ആയിട്ടാണ് ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് EF കോഡ് 1970. ദെൻ സിൻസ് ഇറ്റ് ഹാസ് ബി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. അതിന് പിന്നെ ഇതാണ് മോസ്റ്റ് വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് മോഡൽ. വി ക്യാൻ സേ ഓൺലി ഇറ്റ് ഹാസ് യൂസ്ഡ് അറൗണ്ട് ദ വേൾഡ്. ഇതാണ് ഇപ്പോൾ മോസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ള ആകെ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് വേൾഡിൽ യൂസ് ചെയ്യുന്നത് പറയാം. ദ ബേസിക് സ്ട്രക്ചർ ഇൻ മോഡൽ റിലേഷൻ മോഡൽ ഈസ് ടേബിൾസ് ആണ് ഡാറ്റ സ്ട്രക്ചർ. ഈ റിലേഷൻ മോഡലിൻ്റെ ബേസിക് സ്ട്രക്ചർ ഓൾ ദ മെഷീൻസ് റിലേറ്റഡ് ടു പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ് സ്റ്റോർ ഇൻ റോസ് ഓഫ് ടേബിൾ. ഇൻഫർമേഷൻ റോയിൽ സ്റ്റോർ ചെയ്യുന്ന പർട്ടിക്കുലർ അങ്ങനെയാണ്. റിലേഷൻഷിപ്പ് മോഡലിൻ്റെ ടേബിൾസിന് റിലേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിലേഷൻ മോഡൽ. 2 ടേബിൾ നോക്കിയാൽ ഈ ടേബിളിൽ നമ്മൾ സ്റ്റുഡൻറ്റ് ID ഇതാണ്.